ആന്റപ്പേട്ടൻ പിണ്ടി പെരുന്നാളിനെങ്ങാനും വരിക. ഇത് കേക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയില്ലേ. ഏലി നമ്മടെ കെട്ടോട്ടിട്ട് വരുന്നില്ല, കാലിട്ട് പോണില്ല. കൈരളി ടിവിയിലൊന്നും കൊടുക്കായിരുന്നില്ലേ? കാണാതെ പോണ ആളുകളെ കണ്ടുപിടിച്ചു കൊടുക്കണ പരിപാടി ഉണ്ട് അവർക്ക്. വിഷമം. ഈശോയെ, ഈ ചെക്കനെ പറ്റിട്ട് അഞ്ചു തന്ന ഒരു ചോന്ന ബക്കറ്റും ഒരു കുറ്റി ജോൺസ് പൗഡറും തന്നിട്ട് പോയതാ കാലമാണ്. എന്റെ പുണ്യാളാ, ഞാൻ ഈ ചെക്കനെ എങ്ങനെ വളർത്തേ? ഒന്നും മിണ്ടാണ്ടിക്കതല്ലേ, ഞാൻ തന്നെ വളർന്നോളാം. അല്ല നിങ്ങൾ അങ്ങനെ നോക്കിക്കണേ, എന്നാ വിട്ടോ. അപ്പല്ലാണ്ട് വളർന്നതിന്റെ ജോൺസ് പൗഡറും ബക്കറ്റും തന്നെ കിട്ടിയത് ഭാഗ്യം. ഇതെന്താ എല്ലാ ക്ലോക്കിലും 10:10? ഷമീറേ, മണി 11 അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കന് വെടികൊണ്ട സമയം 10:10. ലോകം മുഴുവൻ സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന സമയം 10:10. എങ്ങനെയുണ്ട്? നന്നായില്ലേ? അതിനൊന്നുമില്ല, അതിന്റെ ഓർമ്മയ്ക്കാണ് ഈ 10:10 സ്റ്റോപ്പ്. രസല്ലേ? നന്നായിട്ടുണ്ട്. വെറുതെ അല്ല, ഇത് സഡൻ ബ്രേക്ക് ഇട്ട് നിൽക്കണേ. ലോഹനപ്പേട്ടന്റെ ഐഡിയ. മൂപ്പര് പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് സമയം മാറ്റണ്ടല്ലോ. നല്ല ഐഡിയ അല്ലേ? അപ്പൊ വൈകുന്നേരം കാണാം. അത് ശരി, കൊള്ളിപ്പൊട്ടി അടിക്കാൻ വരില്ലേ? പിന്നെടാ പ്ലേയേഴ്സ് ലാൻഡായില്ല, ചെയ്യാണ്ട് നോയിക്കട്ടെ. എന്റെ അമ്മോ, എന്തൊരു വെയിലപ്പത്. മനുഷ്യൻ കറുത്ത് കാക്ക പോലെ. ഈശോയെ, ബ്രാലും മറ്റൊക്കെ ഇത്രശ വരും. കൊട്ടക്കണക്കിന് മീന മാറാവേ. ഇപ്രാവശ്യം ദേവസ്വേട്ടന് ചോള കുറെ തടയൂട്ട. ചാത്തസേവയൊക്കെ ഉണ്ടെന്നാ പറയണേ. ശരിയാണോ? ആവോ? ദേവസ്വേട്ടന്റെ കാലിന്റെ തോടണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ, അത് കാല് പൊട്ടിയിട്ട് കമ്പിട്ടതാ. ഒക്കെ അങ്ങോട്ട് വിശ്വസിക്കും. ഒരു കാര്യം, ഇന്റെ ലോനപ്പെട്ട നിങ്ങളെ വീട്ടിൽ വലിയൊരു കുളം, അതിൽ കുറച്ച് മീനെ വളർത്തിക്കൂടെ? നീ എന്തൂട്ടടാ ഷമീറ പറയണേ? നമ്മടെ കുളത്തിന്റെ റൗണ്ടിൽ അപ്പടിയും കൈതേലടാ. കൈതേമ അപ്പടിയും പാമ്പടാ. ടെമ്പിൾ കഴിഞ്ഞ എത്ര കാശ്? ക്യാഷ് ഇവിടെ 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 കാശ് എവിടെ? കടക്കൊന്ന് ഉഷാറാക്കലോനപ്പെട്ട കുറച്ച് ക്ലോക്കും ടൈം പീസും ഒക്കെ മേടിച്ചു വെച്ചാ നല്ല കച്ചവടം കിട്ടുന്നേ. പിന്നെ ഒന്ന് പെയിന്റ് അടിക്കാൻ പറഞ്ഞിട്ട് കേട്ടില്ല, എന്നിട്ടല്ലേ? അതേ, ഇവിടെ എത്ര ഉഷാറാക്കിയാലും മെച്ചല്ലടാ. ഈ ലുലുമോളൊക്കെ വന്ന പിന്നെ കച്ചവടം തീരെ കുറവാ. യൂസഫ് അലി ആയിട്ടാ കോമ്പറ്റീഷൻ. യൂസഫ് അലിക്ക് ലുലുമാളിൽ വാച്ച് റിപ്പയറിംഗ് ആണല്ലോ. എങ്ങനെയുണ്ടാ ഡിംപിളെ നിന്റെ പുതിയ ജോലി? മെച്ചണ്ട? കൊഴപ്പൊന്നുമില്ല ലോനപ്പെട്ട, വലിയ അധ്വാനൊന്നുമില്ല. ശമ്പളം മാനായിട്ട് കിട്ടുന്നുണ്ട്. നോക്കിയും കണ്ടൊക്കെ നിന്ന അധ്വാനം ഇല്ലെങ്കി പറ്റിക്കൂട്ട. എന്നാ ശരി, തെറിക്കട്ടെ? തെറിക്കടാ. അവൻ നന്നായിട്ട് ക്ഷീണിച്ചിട്ടില്ലടാ അല്ലേ? ഷമീറേ, എന്റെ ലോനപ്പേട്ട, എനിക്കിവിടെ കുറെ പണിയുണ്ട്. ഇപ്പൊ വരും ഇതിന്റെ ആള്. തൊട്ടടുത്തല്ലേ ശങ്കരേട്ടന്റെ ചായപ്പിടി, ഒന്ന് പോയി കുടിച്ചൂടെ? പിന്നെ വെറുതെ. ഷമീറേ, ഞാൻ നിർത്തി. വേഗം വന്നട്ടാ. ആ മൂല ശരിയായിട്ടില്ലേട്ടാ. വല്യപ്പം പോയി കിടന്ന നീ എന്നെ കിടത്തണ്ടട്ടാ. ഈ വീടിന്റെ മുഴുവൻ പെയിന്റ് പണി കഴിഞ്ഞിട്ടാ ഞാൻ കിടക്കുള്ളൂ. മനസ്സിലായ? എന്റെ മോൻ അടുത്ത ആഴ്ച പെരുന്നാളിന് വരുമ്പളേ കിണ്ണം കാച്ചാവണം. അത് പിന്നെ പറയണ, ബാബേട്ടൻ വരുമ്പോ ഞെട്ടും. അല്ല, ബാബേട്ടൻ വന്നിട്ട് തിരിച്ചു പോകണല്ലേ? പിന്നെ പോവാണ്ട് ഇവിടെ നിന്നിട്ട് എന്തുട്ട് തേങ്ങ കിട്ടാനാ? ഇവിടുത്തെ ജേഴ്സിടാ ബാബു. ടോമിയെ ആ ഗേറ്റിന് വേദനക്കില്ലടാ. നീ അതൊന്നും വേഗം ഉറക്കരങ്ങട്. 600
മണി ഒന്നായി വെറുതെ അല്ല വയറ് വിശക്കണേ. ലോനപ്പാ ഒന്ന് കേറിയിട്ട് പോവാടാ, വായിങ്ങട് പേടിക്ക്. എന്താ ഇളയപ്പാ, എന്തായി പെയിന്റടി? അത് നടക്കണേ. അതെ. പിന്നെ ഇത്തിരി പെയിന്റ് ഇവിടെ ഇരിക്കുന്നുണ്ട്, നീ അത് കൊണ്ടക്കറാ. ഇവിടെ കക്കൂസ് അടിക്കാൻ വേണ്ടി വെച്ചായിരുന്നു പെയിന്റ് ഉണ്ടാ. നീ പോയി നിന്റെ വീടിന്റെ ഉമ്മർത്തത് അങ്ങടെ അടിച്ചു വൃത്തിയാക്കടാ. പെരുന്നാളല്ലേ പറഞ്ഞേ. ടോമിയെ നീ അത് എടുത്തു കൊടുക്കടാ. എടുത്തു. അത് ശരി, അപ്പൊ ഇതിനെ വിളിച്ചേ വേണ്ടളേപ്പാ. ടോമിയെ ഒരു 3 കോട്ടെടുത്ത കക്കൂസിനടിക്കടാ, ഗംഭീരാവട്ടെ. എളേപ്പാ ഇരിക്കുമ്പോ ഒരു സുഖം ഉണ്ടാവും. അല്ലാതെ പിന്നെ അമ്മന്റെ കാശ് ബാലൻസ് ഉണ്ടല്ലോ. അമ്പിയ നെഞ്ചത്തിയാൻ കയറ്റി ഞാൻ. എന്താ ലോനപ്പനായിട്ട് തങ്ങന്മാരെ കല്യാണക്കാരായിട്ട് വന്നതാണോ? കല്യാണം അവനവന്റെ 3 പെങ്ങന്മാര് തിരുവിടുമ്പം പോലെ രൂപകൂട്ടിൽ വെച്ചിരിക്കല്ല, എഴുന്നള്ളിച്ചോണ്ട് നടന്നോട്ടാ. അല്ല കോട്ടയുടെ കാര്യം ബാബു എന്ത് പറഞ്ഞു? ഒക്കെ ശരിയാവും ജോർജ്, അവനോട് പറഞ്ഞിട്ടുണ്ട്. ചെക്കൻ വന്നു, കൂട്ടാൻ കാച്ചില്ലല്ലോ മാതാവേ. ഈ തന്തപ്പടിക്ക് എന്തിന്റെ സൂക്കടാന്ന് എനിക്ക് മനസ്സിലാവാത്തത്. വല്ലാണ്ട് കൊരക്കാൻ നിന്ന ഇളയപ്പഴാണെന്ന് ഞാൻ നോക്കില്ല. നല്ല ഏമണ്ടം പണിയാൻ വെച്ചു കൊടുക്കും. പിണ്ടി പെരുന്നാളിന് ആമിട്ട് വിരിഞ്ഞ് നിൽക്കുന്ന പോലത്തെ ഒരു പൂച്ച മൂപ്പരുടെ മുഖത്ത് നമ്മളെ കാണുമ്പോ എന്തുട്ടുണ്ടായില്ലോനപ്പാ? പിശാശ്. ഇനിയിപ്പോ എന്തിട്ടാ ഉണ്ടായെന്ന് അറിഞ്ഞിട്ട് വേണം അടുപ്പത്ത് വെള്ളം വെക്കാൻ. എന്തൊരു ഉഷ്ണ. ആ പീടിയും തറവാടും നമ്മടെ പേരിൽ എഴുതി വെച്ച അന്ന് തുടങ്ങിയത് ഇളയപ്പന്റെ ക്രിമിയടി. നമ്മടെ അപ്പന്റെ പിടിപ്പീട് അല്ലാതെ എന്തൊരു തേങ്ങ. റോസ്ലിയെ, റോസ്ലിയെ കിടന്ന് കാറണ്ട. അവളാ കൂടെ പഠിച്ച ജാൻസിയുടെ വീട് വരെ പോയേക്കടാ, ഇപ്പൊ വരും. നടുവിനെന്താ കഴപ്പ്. ഈ ഓട്ടവും കടയിലെ തിരക്കും അല്ലേ, പിന്നെ എങ്ങനെയാ? ആ ഇരുമ്പമ്പുള്ളിയുടെ അച്ചാറിലെ ഏശം എടുത്താ. നമ്മടെ ചാണകപ്പറയിലെ ജോണേട്ടൻ പീഡിയ മുറി കൊടുക്കണ്ടെന്ന് ചോദിച്ചു വന്നിരുന്നു. ആ തൂങ്ങി ചത്ത സേവിയുടെ മോനാ? നല്ല കാര്യായിട്ടുണ്ട്. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? കൊടുക്കണില്ലെന്ന് പറഞ്ഞു. നന്നായി. ഊതിയിട്ട് കുടിക്കാൻ പോലും ഇല്ലാണ്ടിരുന്നവരാ ഇപ്പൊ നല്ല നിലയില. നമ്മുടെ അപ്പാപ്പനാ അവന്റെ അപ്പന ആദ്യമായിട്ട് ഒരു വാച്ച് കെട്ടാൻ കൊടുത്തേ. പിന്നെ ചോറിന് കഴിഞ്ഞിട്ടേ ആ അഴയൊന്ന് കെട്ടിക്കൊള്ളട്ടാ. എത്തിയാ ജാൻസിയുടെ വീട്ടിന്നാ നല്ല ബെസ്റ്റ് കൈതച്ചക്ക. എവിടെ മുഴുവൻ വിഷായിരിക്കും. ജാൻസിക്ക് എന്തുണ്ട് വിശേഷം? വിശേഷായിട്ടിരിക്കുക. അതെയാ? എത്രാമത്തെയപ്പാ? 3ാമത്തെ. എന്തേ? കായുപ്പേരി വന്നിട്ടില്ല, ലേശം കൂടി വേവായിരുന്നു. എന്തടാ പട്ടിക ചക്കകളെന്ന് കിടക്കണേ? നല്ല പ്രാക്ടീസ് ഇല്ലാത്തതിന്റെ കുഴപ്പാണ്ട ഇതൊക്കെ. ഇതും വെച്ചൊക്കെ നീയൊക്കെ ഡിസ്ട്രിക്റ്റിൽ ഓടാൻ പോയണ്ടല്ല, എന്റെ മക്കള് ശ്വാസം മുട്ടിച്ചാവും. അച്ചോടാ ഡാ, ഞാനൊക്കെ സ്റ്റേറ്റ് ലെവലിൽ ഓടാൻ പോയപ്പോഴുണ്ടല്ല, 100 മീറ്റേഴ്സിന് ഞങ്ങൾ 6 പേരായിരുന്നു. ഫൈനൽ വിസിൽ അങ്ങോട്ട് കേട്ടതും ബുള്ളറ്റ് പോണൊരു പോക്കായിരുന്നു. നല്ല ഉഗ്ര സ്റ്റാർട്ട്. ഞാനായിരുന്നു ലീഡ്. പെട്ടെന്ന് എന്റെ തൊട്ട് സൈഡിൽ റോക്കറ്റ് പോണൊരു സാധനം ചീറിപ്പാഞ്ഞ് പോയടാ. എന്റെ ദൈവമേ, കണ്ണിപ്പോലും കിട്ടിയില്ല. ഞാൻ സെക്കൻഡ് ആയടാ. പിന്നെ അറിയണേ ഫസ്റ്റ് അടിച്ച സാധനത്തിന്റെ പേര് പീറ്റേഷൻ. 4 കൊല്ലം മുമ്പ് നമ്മുടെ ഉപജില്ലാ കലോത്സവ ഉദ്ഘാടനം ചെയ്യാൻ ഈ പീറ്റൂഷായിരുന്നു എത്തിയത്. എന്നെ കണ്ടതും പുള്ളിക്കാരി സിസിലിയായി നൊറ്റ വിളിയായിരുന്നു. അതേറെ ഉണ്ടായതാ. ഇതിപ്പോ അധ്യയം ചോരണ പോലെ അല്ലല്ലോ മാഷെ, കുറച്ച് അധ്വാനുള്ള കാര്യാണേ. എന്താണ്ടാ? ഞാൻ ചേച്ചീനെ കാണാൻ വന്നത്. എന്തുട്ടിന്? പീഡിയയിലെ ഫാന് കേടായിപ്പോയി. പുതിയ ഫാന് വാങ്ങാൻ 1000 രൂപ തരാൻ ലോനപ്പെട്ടൻ പറഞ്ഞു. 1000? 500 ആയാലും. അല്ല, കാലത്തൊട്ടും മോന്താണ് അവരെ കണ്ണിൽ പുട്ടുട്ടിയും വെച്ചിട്ടിരുന്നിട്ട് കാര്യമില്ലല്ലേ. എന്തിനാ കടയിൽ നിർന്നിട്ടിരിക്കണേ? പൂട്ടാൻ പറടാ. സിസിലേഷ് അത് പറയരുത്. ലോനപ്പെട്ട എല്ലാ മാസം കൃത്യമായിട്ട് ശമ്പളം തരില്ലേ? എല്ലാ ഞായറാഴ്ച 1.5 കിലോ ഇറച്ചിയും വാങ്ങണ്ടേ? പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വീട്ടിലെ കുഴപ്പമില്ലാതെ നോക്കണ്ടല്ലോ. ഈനാമ്പേച്ചിക്ക് മരപ്പെട്ടി കൂട്ട് അല്ലടാ. ഈനാമ്പേച്ചി ലോനപ്പെട്ട കൊടുത്തേക്ക് എനിക്ക് മരപ്പെട്ടി മതി. നീ ഇവിടെ നിൽക്ക്, ഞാൻ എടുത്തുണ്ടല്ലോ ഇപ്പൊ.